ഒരു പ്രോബ്ലം ചെയ്യാം. അതിൽ തന്നിരിക്കുന്ന ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം ആദ്യം. Deduce the relationship between phase and line voltage of a three-phase star-connected alternator if the phase voltage of a three-phase star-connected alternator be 200 volt. What is the line voltage when phase are correctly connected, and B, when the connections of one of the phase is reversed. അപ്പോൾ തന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് സാധാരണഗതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ഫേസർ ഡയഗ്രാം. ദാറ്റ് ഈസ് VR റെഫറൻസ് ആയിട്ട് എടുത്തു. അതിൽ നിന്ന് 120 ഡിഗ്രിക്ക് 120 ഡിഗ്രിക്ക് EY വരച്ചു. വീണ്ടും ഒരു 120 ഡിഗ്രിക്ക് EY വരയ്ക്കും. അതിന് പകരം എന്ത് ചെയ്തു? ആ 120 ഡിഗ്രി ആവുന്നതിന് പകരം ആ 120 ഡിഗ്രി EYയിൽ നിന്ന് EB ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. വെൻ ഫേസസ് ആർ കണക്റ്റഡ് ഡയറക്റ്റ്ലി, ഈ ഫേസ് എന്ന് പറഞ്ഞാൽ 200 ആണ്. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ √3 × 200 ആണ്. √3 × 200 എന്ന് പറഞ്ഞാൽ 346 വോൾട്ട് ആണ്. സപ്പോസ് ദ കണക്റ്റഡ് സപ്പോസ് ദ കണക്റ്റഡ് ബി ഫേസ് ആസ് റിവേഴ്സ്ഡ്. ബി ഫേസ് ശരിക്കും ഇവിടെ വരേണ്ടത് എവിടെയാണ്? ഇവിടെയാണ് ബി ഫേസ് വരേണ്ടത്. അതായത് -EB അല്ല +EB. അതിന് പകരം ഇവിടെ EB വരച്ചിട്ടുണ്ട്, പക്ഷെ അതിന് -EB ആണ് ആക്കിയിട്ടുള്ളത്. ശരിക്കും ഇവിടെയാണ് EB. അതാണ് റിവേഴ്സ് ചെയ്യുക എന്നുള്ളത്. വെക്റ്റർ ഡയഗ്രത്തിൽ വരുന്ന മാറ്റമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ER റെഫറൻസ് ആയിട്ടെടുത്താൽ 120 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ച ആംഗിൾ അളന്നാൽ EY വരയ്ക്കാം. വീണ്ടും 120 വരച്ചാൽ EB വരയ്ക്കാം. ഇവിടെ അത് -EB ആക്കിയിരിക്കുന്നു. It should be noted that EB has drawn a reverse direction so that the angle between three phase voltages are 120 ഡിഗ്രിയാണ്. യൂഷ്വലി അത് 120 ആണെങ്കിൽ ഇവിടെ അത് 60 ആണ്. കാരണം ഈ ERഉം EYയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ആണ്. അപ്പം അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ പാസ് ചെയ്താൽ ഇൻ ബിറ്റ്വീൻ ഇത് രണ്ടിൽ എന്താ വരിക? 60 ആണ് വരിക. സ്വാഭാവികമായും തുല്യമായിട്ടാണ് ഈ മൗസ് പോണ പാത്തിനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, EB ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഇതും 120 ആണ്, ഇതും 120 ആണ്. സോ ഈ VRY ലൈൻ വോൾട്ടേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ER - EY ആണ് വരിക. ER -EY ആണ് വരിക. ദാറ്റ് ഈസ് √3 × ഈ ഫേസ് × cos 60 ആണ്. അപ്പം 2 × 200 × 0.5 200 വോൾട്ട് ആണ്. രണ്ടാമത്തത് നമുക്കിവിടെ 346 വോൾട്ടേജ് ആണ് കിട്ടിയെങ്കിൽ ഇപ്പോൾ ലൈൻ വോൾട്ടേജ് എത്രയായി? 200 വോൾട്ടായി. അടുത്തത് ഈ V, അതായത് Yക്കും Bക്കും ഇടയിലുള്ള ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ EY - EB ആണ്. √3 × EB × cos 60 ആണ്. ദാറ്റ് ഈസ് 2 × 200 × 0.5 200 വോൾട്ട് ആണ്. ഈ RBയും അതേപോലെ തന്നെ 200 വോൾട്ട് ആണ്. Okay, thank you for watching this video.